ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പാനി ശരത്ത് എവിക്റ്റായി കഴിഞ്ഞു. ഇനി ഒരാളെ കൂടി എവിക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിരിക്കുന്നത്. ലാലേട്ടൻ ഹൗസിൽ കയറിയിരുന്ന് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ഓണാശംസകളൊക്കെ നേരുന്നുണ്ട് എല്ലാവരോടും. സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരാൾ എപ്പോഴും ക്യാമറകളിലൊക്കെ നോക്കി നിങ്ങൾ കാണാതെ വീട്ടിൽ പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളെ ഇവിടെ ഇങ്ങനെ വെക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൗസിലുള്ളവർക്ക് ആളെ ഏകദേശം കത്തിക്കഴിഞ്ഞു. നമ്മുടെ രേണുസുധീനെയാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട്, രേണുസുധിക്ക് എൻ്റെ കൂടെ പോരാം, ഹൗസിനുള്ളിൽ നിന്ന് ഇറങ്ങാമെന്ന്. രേണുസുധി സന്തോഷത്തോടെ തന്നെ, ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും സന്തോഷത്തോടെ കൂടെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. ഹൗസ് മേറ്റ്സിനോടെല്ലാം കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ്. ഈ ഒരു ഡിസിഷൻ വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം എല്ലാ പ്രേക്ഷകരുടെയും ഒരുപോലെയുള്ള തീരുമാനമാണിത്. കാരണം വന്ന നാൾ മുതൽ രേണുസുധി പറയുന്നതാണ് വീട്ടിൽ പോകണം, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഹൗസിനുള്ളിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളെ എന്തിനാണ് നമ്മൾ നിർബന്ധിച്ച് നിർത്തുന്നത്? ഇതെല്ലാം പ്രേക്ഷകരെല്ലാം കമൻറ്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒരാളുടെ ഇത്രയും നല്ല പ്രേക്ഷകർ കാണുന്ന ഈ ഒരു ഷോയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളെ എന്തായാലും പുറത്തേക്ക് വിടുക തന്നെ വേണം. എത്രയോ ആൾക്കാർ ബിഗ് ബോസ് സ്വപ്നം കണ്ട് നടക്കുന്നുണ്ട് ഹൗസിനുള്ളിൽ കയറാനായിട്ട്. അപ്പോൾ അവരുടെ ഒരു അവസരമാണ് നമ്മുടെ രേണു കളഞ്ഞിരിക്കുന്നത്. താല്പര്യമില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരേണ്ട കാര്യമില്ലായിരുന്നു. എന്നിരുന്നാലും വന്നിട്ടും പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്തിട്ടുമില്ല ഇത്രയും നാളായിട്ടും. രേണുസുധിക്ക് പകരം പുതിയൊരു വൈൽഡ് കാർഡ് വരട്ടെ. നന്നായിട്ട് ബിഗ് ബോസിനുള്ളിൽ നിൽക്കാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് രേണു ഇത് ആഗ്രഹിച്ചത് തന്നെയാണ്. അത് രേണുവിന് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഹൗസിനുള്ളിൽ. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിനെ സ്വപ്നം കാണുന്ന ഒരാൾ ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വിഷമിച്ച് ഹൗസിനുള്ളിൽ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻറ്റിനും ഓരോ ലക്ഷ്യമുണ്ട്. അവരെല്ലാവരും ആ ലക്ഷ്യത്തിനനുസരിച്ച് കളിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ രേണുസുധീനെ ഹൗസിനുള്ളിൽ നിന്ന് കൊണ്ടുപോകുകയാണ് കേട്ടോ. എല്ലാവരും ടാറ്റ ബൈ ബൈ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് രേണു എന്താ പറയുന്നതെന്ന് നോക്കാം. രേണുവിന് എന്താണ് ആക്റ്റീവ് അല്ലാതെ ഇരിക്കാനുള്ള കാരണങ്ങളെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടനോട് പറയുന്നുണ്ട്, സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ അവൾക്കൊരു ട്രോമ ഉണ്ടായിരുന്നു. ആ ഒരു ട്രോമ ഇപ്പോഴും വീണ്ടും വന്നിരിക്കുന്നു. അതായത് അടുത്ത ബന്ധുക്കളെയും മക്കളെയൊക്കെ കാണാതെ ഇങ്ങനെ വിട്ട് പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സമ്മർദ്ദം ആൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൾക്കത് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഹൗസിനുള്ളിൽ നിൽക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല മനക്കെട്ടിയും നല്ല മനക്കരുത്തും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ രേണു വീക്കായി വരുന്തോറും നമുക്കും തോന്നിയിരുന്നു എന്തോ ഒരു പ്രശ്നം രേണുവിനുണ്ട്. അപ്പോൾ ഇതായിരുന്നു കുട്ടികളെ കാണാതെയുള്ള ഒരു വിഷമം. അതെല്ലാം രേണുവിൻ്റെ ഗെയിമിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലാലേട്ടനോട് അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട് നമ്മുടെ രേണു. എന്തായാലും കുഴപ്പമില്ല, ഇത്രയും ഒരു മാസമെങ്കിലും രേണു നിന്നല്ലോ ബിഗ് ബോസിൽ. അപ്പോൾ രേണുവിനോട് സന്തോഷത്തോടെ ബിഗ് ബോസിൽ നിന്നും യാത്രയാക്കുന്നുണ്ട് ലാലേട്ടൻ. ഹാപ്പിയായിട്ട് രേണുവിനെ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വീഡിയോയിൽ വരാം.